നൗണിൻ്റെ കാര്യത്തിൽ അടുത്തത് നമ്മൾ പറയാൻ പോണത് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. എന്താണ് കൗണ്ടബിൾ എന്നുള്ള വാക്കിൻ്റെ മലയാള അർത്ഥം? എണ്ണാൻ കഴിയുന്നത് എന്നാണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താത്തത്. ആവാത്തതല്ല, എണ്ണി തിട്ടപ്പെടുത്താത്തതാണ്. ഉദാഹരണമായിട്ട് കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് സിംഗുലറും പ്ലൂരലും ഉണ്ട്. സിംഗുലർ ആൻഡ് പ്ലൂരൽ. സിംഗുലർ ആൻഡ് പ്ലൂരൽ. അപ്പോൾ സിംഗുലർ എന്ന് പറയുമ്പോൾ ഏകവചനമാണ്. ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ എ എന്നോ ഏൻ എന്നോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏൻ എന്നോ എ എന്നോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്, മറ്റത് അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ കൗണ്ടബിൾ നൗണിന് എക്സാമ്പിൾ ബോയ്, ബോയ്. അതുപോലെ ബോക്സ്, cow, ox, pen, umbrella. അപ്പം ഇത്തരം കാര്യങ്ങൾ കൗണ്ടബിൾ നൗൺ ആണ്. ഇതിൻ്റെ പ്ലൂരലും സിംഗുലറും ഉണ്ട്. സിംഗുലർ ബോയ് എന്നും പ്ലൂരൽ ആകുമ്പോൾ ബോയ്സ് എന്നും നമ്മൾ വെക്കുന്നു. അപ്പം കൗ, അതുപോലെ പെൻ, ഇത്തരം കാര്യങ്ങളൊക്കെ കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്. ഏത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് കൗണ്ടബിളും അൺകൗണ്ടബിൾ നൗൺ വേറെയാണ്. ഈ ബോയ് എന്നുള്ളതും അതുപോലെ ഈ കാര്യങ്ങൾ കൗണ്ടബിൾ നൗണിനൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ. എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് എന്നാണ് ചോദിക്കുക. ഹൗ മെനി എന്നുപയോഗിച്ചാണ് ആർ ദർ ഇൻ ദ ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്. അപ്പോൾ ഹൗ മെനി ഉപയോഗിച്ച് ചോദിക്കുകയും അതിന് എ ഫ്യൂ എന്നോ അല്ലെങ്കിൽ ഫ്യൂ എന്നോ ദ ഫ്യൂ എന്നോ വെരി ഫ്യൂ എന്നോ ഉത്തരം കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഹൗ മെനി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. ഇത് കൗണ്ടബിൾ നൗൺ ആയിരിക്കും. ഹൗ മെനി ബോക്സസ് ആർ ദർ ഓർ ഹൗ മെനി അംബ്രല്ലാസ് ആർ ദർ ആൻഡ് ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഹൗ മെനി. അപ്പം നമ്മൾക്ക് ഉത്തരം കിട്ടുന്നത് നമ്പറിലായിരിക്കും. അതായത് നമ്പറിൽ ഉത്തരം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ എന്നും, അത് നമ്പറിലല്ലാതെ ഉത്തരം കിട്ടുന്ന കാര്യങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങളെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നു. എണ്ണിത്തിട്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങൾ. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗ മച്ച് ആണ്. ഹൗ മച്ച് എത്രത്തോളം എന്നുള്ള അർത്ഥം. ഹൗ മച്ച്. ഹൗ മെനി എന്നുള്ളത് എണ്ണമായി പറയുന്ന കാര്യങ്ങൾ, ഹൗ മച്ച് എന്നുള്ളത് അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങൾ. സോ സീ ദാറ്റ്. ഉദാഹരണമായിട്ട് വാട്ടർ, എത്രത്തോളം വെള്ളം എന്നാണ് ചോദിക്കുക. വെള്ളം എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഷുഗർ ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. ഷുഗർ ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. ഓക്കെ. അപ്പോൾ ഇത്രത്തോളം ഹൗ മെനി, ഹൗ മച്ച് മണി എന്നാണ്. പണത്തിനൊക്കെ നമ്മൾ ഹൗ മച്ച് വെച്ചാണ് ഉപയോഗിക്കുക. അപ്പം ഹൗ മെനി എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എ ഫ്യൂ എന്നും, ഹൗ മച്ച് എന്ന് ചോദിക്കുമ്പോൾ എ ലിറ്റിൽ എന്നുമായിരിക്കാം. അതായത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ ഫ്യൂ ഉപയോഗിക്കുന്നു, എ ഫ്യൂ ഉപയോഗിക്കുന്നു, ദ ഫ്യൂ ഉപയോഗിക്കുന്നു, വെരി ഫ്യൂ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കൂടെ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഹൗ മച്ച് എന്നുള്ള ചോദ്യത്തിന് എ ലിറ്റിൽ, വെരി ലിറ്റിൽ, ദ ലിറ്റിൽ, ഇത്തരം ചോദ്യങ്ങൾ. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയുമാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം സിംഗുലർ ഉണ്ട്, പ്ലൂരൽ. കൗണ്ടബിൾ നൗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. ഒന്ന് സിംഗുലർ എന്നും രണ്ടാമത്തത് പ്ലൂരൽ എന്ന് പറയുന്നു. ഏകവചനവും ബഹുവചനവും ഏകവചനം. സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒന്ന് സൂചിപ്പിക്കുന്നു. പ്ലൂരൽ എന്ന് പറയുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കുന്നു. അത് നമ്മൾ ഒരു എ എന്നോ എൻ എന്ന് പറയുന്ന ഈ രണ്ട് ഡിറ്റർമിനർ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാം. എ ബോയ്. How many boys are there in the class? Only a boy.
അല്ലേ? അപ്പോൾ ഏൻ എന്ന് പറയുന്നത് നമ്മൾ എ ഇ ഐ ഒ യു എന്നിവൻ്റെ കൂട്ടത്തിലാണ്. എ ഇ ഐ ഒ യു എന്നുള്ള ശബ്ദത്തിൻ്റെ കൂട്ടത്തിലാണ്. ഹൗ മെനി എലിഫൻറ്റ്സ് ആർ ദർ? ഏൻ എലിഫൻറ്റ് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കും നമ്മൾ. ഒരു എന്നുള്ള അർത്ഥം തന്നെയാണ് എക്കും എനും വരുന്നത്. അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു സിംഗുലർ ആൻഡ് പ്ലൂരൽ. അൺകൗണ്ടബിൾ നൗൺ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല. അൺകൗണ്ടബിൾ നൗണിൽ നമ്മൾ ഹൗ മച്ച് എന്നുള്ള ചോദ്യത്തിന് വാട്ടർ, ഹൗ മച്ച് എന്നുള്ള ചോദ്യം എ ലിറ്റിൽ എന്നാണ് ഉത്തരം. ഹൗ മച്ച് വാട്ടർ ഈസ് ദ ടാങ്ക് എന്ന് ചോദിക്കുമ്പോൾ ലിറ്റിൽ വാട്ടർ ഈസ് ഇൻ ദ ടാങ്ക് എന്ന് നമുക്ക് ഉത്തരം. ഹൗ മച്ച് ഷുഗർ ഈസ് ദ എന്നുള്ളത് 1 kg 2 kg എന്നാണ് നമ്മൾ അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങൾ ഹൗ മച്ചിലും അതിന് ലിറ്റിൽ എന്നുള്ള ഉത്തരവും. ഇവിടെ എണ്ണമായി പറയുന്ന കാര്യങ്ങൾ ഫ്യൂലും ഹൗ മെനി എന്നും ഉള്ള ചോദ്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിറ്റർമിനായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എയും എനുമാണ്. ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ദ എന്നും പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണിലും പഠിക്കുന്നത്. അപ്പം ഒരു ബോയ്, ഒരു കുട്ടി, ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ അയാളുടെ ഒരു ബോക്സ്, ഇത്തരം കാര്യങ്ങൾ 2 ബോക്സ്, അപ്പോൾ സിംഗുലറും പ്ലൂറലും ഉപയോഗിക്കുന്നു. അതേസമയത്ത് വാട്ടർ, ഷുഗർ, ജാഗ്രി, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അളവായും തൂക്കം, വീറ്റ് അളവായും തൂക്കമായും പറയുന്നു. അളവായും തൂക്കമായും പറയുന്ന കാര്യങ്ങൾ ഹൗ മച്ച് എന്നും അൺകൗണ്ടബിൾ നൗൺ എന്നും എന്നുള്ള ചോദ്യമാണ് ഉപയോഗിക്കുന്നത്. ഹൗ മച്ച് എന്നാണ് ചോദിക്കുക. നമ്മൾ അത് എണ്ണമായി പറയുന്ന കാര്യങ്ങൾ ഹൗ മെനി എന്നാണ്. അതിൻ്റെ ഉത്തരം ഹൗ മെനി എന്നുള്ളതിൻ്റെ ഉത്തരം എ ഫ്യൂ എന്നാണ്. ഹൗ മച്ച് എന്നുള്ളതിൻ്റെ ഉത്തരം എ ലിറ്റിൽ എന്നുമായിരിക്കാം. അപ്പോൾ ലിറ്റിൽ എന്നും ഫ്യൂ എന്നും തമ്മിലുള്ള വ്യത്യാസം, എ ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും ലിറ്റിൽ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ രൂപത്തിൻ്റെ കൂടെയുമാണ് നമ്മൾ ആൻസറായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്.